ഹായ് ഫ്രണ്ട്സ്, മലർവാടി ലിറ്റിൽ സ്കോളർ ജില്ലാതലത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സബ് ജില്ലാതലത്തിൽ നിന്ന് 1ഉം 2ഉം സ്ഥാനം കിട്ടിയവർക്കാണ് ജില്ലാതലത്തിൽ പങ്കെടുക്കുക. പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവുവിളക്ക് പഞ്ചായത്ത് പാറളം പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലയിലാണിത്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ആര്? ബാനു മുഷ്താഖ്. ഇന്ദ്രധനുസ് എന്ന കൃതിയുടെ കർത്താവ്? ഇന്ദ്രൻസ്. ഉള്ളൊഴുക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ക്രിസ്റ്റോ ടോമി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെട്ട കവി? വള്ളത്തോൾ. അടുത്തിടെ കേരളത്തിൻ്റെ സംസ്ഥാന ഉരഗമായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത്? ചേര. ഇന്റർനെറ്റ് ഉപയോഗത്തിന് ആയി ആദ്യം രൂപം കൊണ്ട ഭാഷ? ജാവ. ജാവയുടെ ആദ്യത്തെ പേര് എന്ത്? ഓക്ക്. നരേന്ദ്രമോദിക്ക് 2025 ലഭിച്ച ശ്രീലങ്കയുടെ പുരസ്കാരം? മിത്രവിഭൂഷണ പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ പ്രഥമ ഇന്ത്യൻ വനിത? സ്മൃതി മന്ദാന. മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? നെല്ല്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ? പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നഗരസഭ. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ്? KV റാബിയ. ഈ അടുത്ത് മേഘവിസ്ഫോടനം നടന്ന ധരാലി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി? VS അച്യുതാനന്ദൻ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടൻ പുരസ്കാരം ലഭിച്ച മലയാള നടൻ? വിജയരാഘവൻ. ചിത്രം പൂക്കാലം. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടി പുരസ്കാരം ലഭിച്ച നടി? ഉർവശി. ചിത്രം ഉള്ളൊഴുക്ക്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? SBT ബാങ്ക്. എല്ലാ ഫിഫ ലോകകപ്പിനും യോഗ്യത നേടിയ ഏക ടീം? ബ്രസീൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം? ചൈന. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം? ഓഗസ്റ്റ് 7. ബോണസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ചായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.